എല്ലാ വ്യക്തികൾക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ബിരുദതല പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണുക, ഫുള്ളായിരുന്ന് കാണുക, തീർച്ചയായും ഉപകാരപ്പെടും. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. എന്താണ് നമുക്ക് പ്രസ്താവന നോക്കാം. കേരളപ്പിറവി ദിനമായ നവംബർ 1 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ, ഒരാൾക്ക് മാത്രമാണ് ഓരോ വർഷവും കേരള ജ്യോതി സമ്മാനിക്കുന്നത്. മൂന്നാമത്തെ, കേരള പ്രഭ പുരസ്കാരം ഒരു വർഷം 3 പേർക്ക് നൽകുന്നു. നാലാമത്തെ, ഓരോ വർഷവും 6 പേർക്ക് വീതം കേരളശ്രീ പുരസ്കാരം നൽകുന്നു എന്നുള്ളതാണ്. നമുക്കപ്പോൾ ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്. പ്രസ്താവനകൾ എല്ലാം ശരി തന്നെയാണ്. അടുത്തത് രണ്ടാമത്തെ, 2024 ക്ലാസിക്കൽ പദവി നൽകിയ ഭാഷകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മറാത്തി, പാലി, പ്രാകൃത്, അസമീസ്, ബംഗാളി ഇതെല്ലാമാണ് 2024 ക്ലാസിക്കൽ പദവി നൽകിയ ഭാഷകൾ. അടുത്തത് മൂന്നാമത്തെ നോക്കാം. കേരളത്തിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം നേടിയവരുടെ ശരിയായ ക്രമം ഏത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം. SK പൊറ്റേക്കാട് തന്നിട്ടുണ്ട്, G ശങ്കരക്കുറുപ്പ് തന്നിട്ടുണ്ട്, MT വാസുദേവൻ നായർ തന്നിട്ടുണ്ട്, ONV കുറുപ്പ് തന്നിട്ടുണ്ട്, തകഴി ശിവശങ്കര പിള്ള തന്നിട്ടുണ്ട്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി തന്നിട്ടുണ്ട്. ഇതിൽ നേടിയവരുടെ ഈ ജ്ഞാനപീഠം പുരസ്കാരം നേടിയവരുടെ ശരിയായ ക്രമം ഏതെന്ന് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്. 3, ആദ്യം 3, പിന്നെ 1, പിന്നെ 5, പിന്നെ ആദ്യം 2, എന്നിട്ട് 1, പിന്നെ 5, 3, 4, 6 എന്നിങ്ങനെയാണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ ഡി ആണ്. നാട്യ കൽപദ്രുമത്തിന് അവതാരിക എഴുതിയത് മാണി ദാമോദര ചാക്യാർ എന്നുള്ളതാണ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. 2025 പത്മ വിഭൂഷൺ ബഹുമതിക്ക് അർഹനായ കേരളീയൻ ആര് എന്നുള്ളതാണ്. 2025 പത്മ വിഭൂഷൺ ബഹുമതിക്ക് അർഹനായ കേരളീയൻ ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. MT വാസുദേവൻ നായരാണ് പത്മ വിഭൂഷൺ ബഹുമതിക്ക് അർഹനായ കേരളീയൻ. അടുത്തത് ആറാമത്തെ, ഏഷ്യൻ ഗെയിംസിനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ആറാമത്തെ ഓപ്ഷൻ ഡി ആണ്. 1949 ഫെബ്രുവരിയിൽ ബെയ്ജിങ്ങിലാണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ രൂപം കൊണ്ടത് എന്നുള്ളത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്. കുവൈറ്റ് സിറ്റിയാണ്. അടുത്തത്, ആരുടെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. SK പൊറ്റേക്കാടിൻ്റെ. അടുത്തത്, ഉള്ളൂർ S പരമേശ്വര അയ്യരെ പറ്റി ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഒൻപതാമത്തെ ആൻസർ പറയാം. 1, 2, 3, 4 ശരി. ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 ശരി എന്നുള്ളതാണ്. അടുത്തത് പത്താമത്തെ, പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയ കൃതികൾ ചുവടെ നൽകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ പറയാം. ഓപ്ഷൻ സി ആണ് ആൻസർ. എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. എന്താ ചോദ്യം? അപ്പോൾ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നുള്ളതാണ്. പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയ കൃതികൾ ചുവടെ നൽകുന്നുണ്ട്. അതിൻ്റെ ശരിയായ ജോഡികളാണ്. ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം ശരിയാണെന്നുള്ളതാവുമ്പോൾ നിങ്ങളെല്ലാം ഫുള്ളും കാണാതെ പഠിച്ചു വെക്കുക. അടുത്തത് 11ാമത്തെ, രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന സംഭവത്തെ പറ്റിയുള്ള ശരിയല്ലാത്ത വിവരം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. റഷ്യയിലെ മോസ്കോവിലാണ് സംഭവം നടന്നത് എന്നുള്ളതാണ് ആൻസർ. ശരിയല്ലാത്ത വിവരമാണത്. അടുത്തത് 12ാമത്തെ, 1900 തുടക്കത്തിൽ റഷ്യയിലെമ്പാടും രൂപം കൊണ്ട സോവിയറ്റുകൾ എന്നറിയപ്പെട്ട സംഘങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ് 12ാമത്തെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. സമരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അടുത്തത് 13ാമത്തെ, റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്ത സംഭവം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ലോകത്തിലെ ആദ്യത്തെ റിപ്പബ്ലിക് സ്ഥാപിതമായി എന്നുള്ളതാണ്. അടുത്തത് 14ാമത്തെ, തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. ജോൺ ഹേ ആണ് ഇത് തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. അടുത്ത 15ാമത്തെ, ചുവടെ പറയുന്നവയിൽ ചിയാം
കൈഷക്കിൻ്റെ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് 15ാമത്തെ ഓപ്ഷൻ സി ആണ്. വിദേശ ശക്തികൾക്ക് ചൈനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അടുത്തത്, ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഏത് കലാപത്തെ പറ്റിയാണ് ബ്രിട്ടീഷുകാർ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്, കുറിച്യ കലാപത്തെക്കുറിച്ചാണ്. അടുത്തത് 17ാമത്തെ, കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗത്തെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സവവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്രജനത നടത്തിയത്. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെ പറ്റി ഇപ്രകാരം അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആര് എന്നുള്ളതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. കെ സുരേഷ് സിംഗ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് 18ാമത്തെ, ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ നാശത്തിനുള്ള കാരണങ്ങൾ ഏവ എന്നുള്ളതാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 1, 2, 3, 4 ശരി എന്നുള്ളതാണ്. അടുത്തത് 19ാമത്തെ, ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് 19ാമത്തെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സമര നേതാക്കൾക്കിടയിൽ സഹകരണം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അടുത്തത്, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് 20ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. മലബാറിലാണ് ആദ്യത്തേത്, മലബാറിലാണ് മാപ്പിള കലാപങ്ങൾ നടന്നത് എന്നുള്ളതാണ്. 2, വില്യം ലോഗൻ കമ്മീഷനാണ് മാപ്പിള കലാപങ്ങളെ പറ്റി അന്വേഷിച്ചത്. 3ാമത്തെ, 1929 മലബാർ കൂടിയായ്മ നിയമം നടപ്പിലാക്കി. അടുത്തത്, ലോഗൻ കമ്മീഷന്റെ ശുപാർശയെ തുടർന്നാണ് മലബാർ കുടിയായ്മ നിയമം നടപ്പാക്കിയത്. എല്ലാം ശരിയായ പ്രസ്താവനകളാണ് എന്നുള്ളതാണ് ആൻസർ. അടുത്തത് 21ാമത്തെ, വിവിധ സ്ഥലങ്ങൾ അവയ്ക്ക് നൽകിയ പുതിയ പേരുകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നതിൽ ശരിയല്ലാത്ത ജോഡി ഏത് എന്നുള്ളതാണ് 21ാമത്തെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്രഗതി മൈതാൻ മെട്രോ സ്റ്റേഷൻ, ഡൽഹി സ്റ്റേഷൻ. അതാണ് ശരി അല്ലാത്ത ജോഡി. അടുത്തത്, ഇന്ത്യയിലെ വിവിധ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡികൾ ഏവ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 22ാമത്തെ, ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 ശരിയാണ്. 1, 2, 3, 4 ഏതൊക്കെയെന്ന് നോക്കാം. കാഞ്ചൻജംഗ സിക്കിം, 2 സാരാമതി നാഗാലാൻഡ്, 3 ഗുരുശിഖർ രാജസ്ഥാൻ, അതുപോലെ തന്നെ 4 എന്ന് പറയുന്നത് നന്ദാദേവി ഉത്തരാഖണ്ഡ്. അടുത്ത 23ാമത്തെ, ഡ്രം ലൈൻസ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ഉടലെടുക്കാൻ കാരണം ഏത് ഏജന്റിന്റെ പ്രവർത്തനമാണ് എന്നുള്ളതാണ് 23ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ഹിമാനികളാണ്. ഓപ്ഷൻ ബി ഹിമാനികളാണ്. ഡ്രം ലൈൻസ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ഉടലെടുക്കാൻ കാരണം ഏത് ഏജന്റിന്റെ പ്രവർത്തനമാണ്? ഹിമാനികളുടെ പ്രവർത്തനം മൂലമാണ്. അടുത്തത് 24ാമത്തെ, സ്ട്രാറ്റോസ്ഫിയർ അന്തരീക്ഷ പാളിയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് 24ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഉയരം കൂടുന്തോറും ചൂട് കുറഞ്ഞ് വരുന്നു. അതാണ് സ്ട്രാറ്റോസ്ഫിയർ അന്തരീക്ഷ പാളിയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന. ഉയരം കൂടുന്തോറും ചൂട് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്തത് 25ാമത്തെ, ഓക്സ്ബോ തടാകത്തിന് രൂപം നൽകിയിട്ടുള്ള കേരളത്തിലെ ഏക നദി ഏത് എന്നുള്ളതാണ് 25ാമത്തെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചാലക്കുടി പുഴയാണ്. അടുത്തത്, ചുവടെ പറയുന്നവയിൽ ഏതിനം അന്തിമ ഉൽപ്പന്നത്തിന് ഉദാഹരണമാണ്? വിനോദം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഉപഭോഗ ഉൽപ്പന്നത്തിന് ഉദാഹരണമാണ്. അടുത്തത്, സമ്പദ്ഘടനയിലേക്കുള്ള മൂലധനത്തിന്റെ കൂട്ടിച്ചേർക്കലായ അറ്റ നിക്ഷേപം കണ്ടെത്താനുള്ള ശരിയായ പ്രയോഗം ഏത് എന്നുള്ളതാണ് 27ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. അറ്റ നിക്ഷേപം ഈക്വൽ ടു മൊത്ത നിക്ഷേപം മൈനസ് തേയ്മാനമാണ്. അടുത്തത്, തേയ്മാനത്തെ പറ്റി ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകിയിട്ടുണ്ട്. അതിൽ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് 28ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 ശരിയാണ്. അടുത്ത 29ാമത്തെ, വിവിധ ചരക്ക് സേവനങ്ങളുടെ ഉൽപാദന വേളയിൽ നൽകപ്പെടുന്ന പ്രതിഫലങ്ങളുടെ പട്ടിക ചുവടെ നൽകുന്നു. അതിലെ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നുള്ളതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 4 ശരി എന്നുള്ളത്. അടുത്ത 30ാമത്തെ, ഏതാനും വ്യവഹാരങ്ങൾ ചുവടെ പറയുന്നു. രാജ്യത്തിന്റെ GDP പ്രതിഫലിക്കാത്ത പ്രവർത്തനങ്ങൾ ഏത് അല്ലെങ്കിൽ ഏവ എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ. 30ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2 മാത്രമാണ്. 1, 2 ഏതാണ്? വീടുകളിലെ സ്ത്രീകളുടെ സേവനം. അതുപോലെ തന്നെ 2 എന്ന് പറയുന്നത് ബാർട്ടർ ഇടപാടുകൾ ആണ്. രാജ്യത്തിൻ്റെ GDP പ്രതിഫലിക്കാത്ത പ്രവർത്തനങ്ങളാണ്.
അടുത്തത് 31-ാമത്തെ, ഒരു സർക്കാർ വകുപ്പിലോ പൊതുസ്ഥാപനത്തിലോ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നെന്ന് അധികാരികൾക്ക് വിവരം നൽകുന്ന ആൾ അറിയപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതാണ് 31-ാമത്തെ. ഓപ്ഷൻ ബി ആണ്. ആരാണ്? വിസിൽ ബ്ലോവറാണ്. എന്താണ് വിസിൽ ബ്ലോവറിന്റെ അപ്പോൾ എന്താണ് ജോലി? ഒരു സർക്കാർ വകുപ്പിലോ അല്ലെങ്കിൽ പൊതുസ്ഥാപനത്തിലോ നിയമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടക്കുന്ന എന്ന് അധികാരികൾക്ക് വിവരം നൽകുന്ന ആൾ ആരാണ്? വിസിൽ ബ്ലോവറാണ്. അടുത്തത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. 32-ാമത്തെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളുടെ താല്പര്യങ്ങൾക്കാണ് പൊതുഭരണത്തിൽ പ്രാധാന്യം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 33-ാമത്തെ നോക്കാം. ഭിന്നശേഷി വകുപ്പിന് അഥവാ നിശക്തത കാര്യവിഭാഗത്തിന് രൂപം നൽകിയ വിജ്ഞാപനം പുറപ്പെടുവിച്ച വർഷം ഏത് എന്നുള്ളതാണ് 33-ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ്. 2012 മെയ് 12-നാണ്. അടുത്തത് 34-ാമത്തെ, വലുപ്പമനുസരിച്ചിട്ടുള്ള നീർത്തടങ്ങളുടെ തരംതിരിക്കൽ ചുവടെ നൽകുന്നു. ഏതൊക്കെയെന്ന് നോക്കാം. 1 മുതൽ 100 വരെ ഹെക്ടർ മിനി നീർത്തടങ്ങൾ, 100 മുതൽ 1000 വരെയുള്ള ഹെക്ടറുകളെ സൂക്ഷ്മ നീർത്തടങ്ങൾ എന്ന് പറയുന്നു. 1000 മുതൽ 10000 വരെയുള്ള ഹെക്ടറുകൾ മില്ലി നീർത്തട പ്രദേശങ്ങൾ, 10000 മുതൽ 50000 വരെയുള്ള ഹെക്ടർ ഉപജല പ്രവാഹം. ഇതിലെ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നുള്ളതാണ് 34-ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 4 ശരിയാണ്. അടുത്തത് 35-ാമത്തെ, മൈക്രോ വാട്ടർഷെഡ് വികസന പദ്ധതികളുടെ കീഴിലെ സംരക്ഷണ നടപടികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നുള്ളതാണ് 35-ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. എല്ലാം ശരിയാണ്. അടുത്ത നോക്കാം. ഭരണഘടനയിലെ വിവിധ വകുപ്പുകൾ, പ്രതിപാദ്യങ്ങൾ എന്നിവ ചുവടെ നൽകുന്നു. ശരിയല്ലാത്ത ജോഡികളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 36-ാമത്തെ ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ്. ഓപ്ഷൻ ഡി 3 മാത്രമാണ്. അടുത്ത 37-ാമത്തെ, ഭരണഘടനയുടെ 114-ാം അനുച്ഛേദത്തിൽ ഏതുതരം ബില്ലുകളെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളതാണ് 37-ാമത്തെ. ഓപ്ഷൻ എ ആണ്. അപ്രോപ്രിയേഷൻ ബില്ലുകളെ പറ്റിയാണ് ഭരണഘടനയുടെ 114-ാം അനുച്ഛേദത്തിൽ പറയുന്നത്. ഏതാണ്? അപ്രോപ്രിയേഷൻ ബില്ലുകൾ. അടുത്തത് 38-ാമത്തെ, ഭരണഘടനാ പ്രകാരം സംസ്ഥാന നിയമസഭയിലെ പരമാവധിയും ഏറ്റവും കുറഞ്ഞതുമായ അംഗസംഖ്യകൾ എത്ര എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. യഥാക്രമം 500 500 60. അടുത്തത് 39-ാമത്തെ, 2020 ജനുവരി 25-ന് പ്രാബല്യത്തിലായ 104-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നാമനിർദ്ദേശം നിർത്തലാക്കി. ഏത് അനുച്ഛേദത്തിലാണ് ഈ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയത് എന്നുള്ളതാണ് 39-ാമത്തെ. ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 334-ലൂടെയാണ്. ഏതാണ്? അനുച്ഛേദം 334-ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് 40-ാമത്തെ. ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനയുടെ പ്രവർത്തന രീതികൾ എന്നുള്ളതാണ്. അടുത്തത്, ഒപ്റ്റിക്കൽ ഫൈബർ സംവിധാനത്തിന്റെ ഭാഗങ്ങൾ ഏവ എന്നുള്ളതാണ് 41-ാമത്തെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലാഡിംഗ് ആണ്. അതോടെ ഓപ്ഷൻ ബി 1, 2, 3 ശരി എന്നുള്ളതാണ്. ഒപ്റ്റിക്കൽ ഫൈബർ സംവിധാനത്തിന്റെ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി 1, 2, 3 ശരിയാണ്. 1 ഏതാണ്? കോറ്, 2 ക്ലാഡിങ്, അതിൽ 3 എന്താണ്? കോട്ടിങ്. ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ സംവിധാനത്തിൻ്റെ ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? കോറ്, ക്ലാഡിങ്, കോട്ടിങ്. അതങ്ങനെ ഓർത്ത് വയ്ക്കുക. കോർ, ക്ലാഡിങ്, കോട്ടിങ് ആണ്. അടുത്തത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നിശ്ചിത സമയത്ത് നിശ്ചയ മാധ്യമത്തിലൂടെ അയക്കാവുന്ന ഡേറ്റയുടെ അളവാണ് ബാൻഡ് വിഡ്ത്ത്. രണ്ടാമത്തെ തന്നിരിക്കുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന രീതിയിലാണ് ബാൻഡ് വിഡ്ത്തിനെ അളക്കുന്നത്. അടുത്തത്, ബാൻഡ് വിഡ്ത്ത് കൂടുമ്പോൾ ഡേറ്റയുടെ വേഗം കുറയുന്നു. 4-ാമത്തെ, കേബിൾ മോഡം വഴിയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ 25 Mbps ബാൻഡ് വിഡ്ത്ത് നൽകുന്നു എന്നുള്ളതാണ് 42-ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് 42-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഏതാണ് നമുക്ക് നോക്കാം. സി. ബാൻഡ് വിഡ്ത്ത് കൂടുമ്പോൾ ഡേറ്റയുടെ വേഗം കുറയുന്നു എന്നുള്ളതാണ്. അടുത്ത 43-ാമത്തെ, ചെറിയ കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് അനുയോജ്യവും ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ ഗൈഡ്സ് മാധ്യമം ഏത് എന്നുള്ളതാണ് 43-ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഏതാണ്? ട്വിസ്റ്റഡ് ചെയർ പെയർ കേബിളാണ്. ട്വിസ്റ്റഡ് പെയർ കേബിളാണ് ആൻസർ. അടുത്തത് 44-ാമത്തെ, വൈഫൈ ശൃംഖലയുടെ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏവ എന്നുള്ളതാണ് 44-ാമത്തെ. ഓപ്ഷൻ ബി ആണ്. റേഡിയോ തരംഗങ്ങളാണ്. അടുത്ത 45-ാമത്തെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എന്ന സംഘടന ഏത് സാങ്കേതിക വിദ്യയ്ക്ക് നൽകിയ അടിസ്ഥാന നിർവചനമാണ്? IEEE 802.16E എന്നുള്ളത്. നമുക്ക് നോക്കാം. 45-ാമത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഏതാണ്? വയർലെസ് ബ്രോഡ്ബാൻഡ് ആണ്.
അടുത്തത് 2020 നടപ്പിലാക്കിയത് സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ നയമാണ് എന്നുള്ളതാണ് 46ാമത്തെ. ഓപ്ഷൻ സി ആണ് ആൻസർ, 5ാമത്തേതാണ്. 47ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നാഷണൽ ക്വാണ്ടം മിഷനെ പറ്റിയായ ശരിയായ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് 47. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 4 ശരി എന്നുള്ളതാണ്. അടുത്ത 48ാമത്തെ. ഭാരത സർക്കാർ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള ദേശീയ കർമ്മ പദ്ധതി അല്ലെങ്കിൽ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് NAPCC ആരംഭിച്ച വർഷം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2008 ജൂൺ 30-നാണ്. അടുത്തത് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് കീഴിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏത് എന്നുള്ളതാണ് 49ാമത്തെ. ഓപ്ഷൻ ബി ആണ് പാരം ശിവായ്. അടുത്തത് 50ാമത്തെ. ആറ്റോമിക ഹൈഡ്രജനിലെ സ്പെക്ട്രൽ ശ്രേണികൾ, സ്പെക്ട്രൽ മേഖലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നുള്ളതാണ് 50ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 50ാമത്തെ ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്. 1, 2, 3 മാത്രം ശരിയാണ്. അടുത്തത് 51ാമത്തെ. രാജുവിൻ്റെ കയ്യിൽ, അത് പിന്നെ മാത്സ് ആണ്, മാത്സ് നമുക്ക് വേണ്ട. ഇത് എന്താ പറയുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും അതുപോലെ SI ട്രെയിനിക്കുമുള്ള നമുക്ക് കുറച്ച് ചരിത്രത്തിൽ നിന്നും മറ്റും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്തുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.